VS അച്യുതാനന്ദനെ കാണാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെയാണ് VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. MA ബേബി അടക്കമുള്ളവർ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി കാണുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ കാണാനായി എത്തുകയാണ്. ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കാണാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. VSന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുക? ലക്ഷ്മി, ഇപ്പോൾ മുഖ്യമന്ത്രി VSനെ സന്ദർശിക്കാനായി പട്ടം SUT ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നേരത്തെ 10:30യോടുകൂടി ആശുപത്രിയിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ 11 മണിക്ക് ശേഷമാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും VSന്റെ ആരോഗ്യനില സംബന്ധിച്ച് തൃപ്തികരമാണ് എന്ന വിവരങ്ങളാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അനൌദ്യോഗികമായി ലഭിക്കുന്നത്. CPM നേതാക്കളും അത്തരത്തിൽ തന്നെയാണ് നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നൊരു മെഡിക്കൽ ബോർഡ് യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. അതിൽ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തും. അതിന് ശേഷം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇവിടെ എത്തി VSനെ സന്ദർശിച്ചിരുന്നു. അവരും അതിനുശേഷം VSനെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി വ്യക്തമാക്കിയത് തന്നെയാണ് ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ഇന്നലെ രാവിലെയാണ് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് VSനെ പട്ടം SUT ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ ഈ പട്ടം SUT ആശുപത്രിയിലാണ് അദ്ദേഹം ഈ ചികിത്സ എടുത്തു വന്നിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന സമയത്ത് ഹൃദയാഘാതം ഉണ്ടായതായും ഉള്ള വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ആശുപത്രി ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല. അതൊരു മെഡിക്കൽ ബുള്ളറ്റിനായി ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.